ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് മാത്രമല്ല എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ. കാലത്തെ വെള്ളം കുടി പോലെ തന്നെയായി ഇന്നത്തെ എൻ്റെ ദിവസം. ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ നിറയെ പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. വീട്ടിലെത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ അതേപടി കിച്ചണിലോട്ട് വെക്കായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം മടുക്കി പെറുക്കി വരുമ്പോഴത്തേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മാത്രം ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ ഒരു ചാക്ക് നിറയെ സാധനങ്ങളായിട്ട് വരുന്ന ശീലം എൻ്റെ ഹസ്ബൻഡിനുണ്ട് കേട്ടോ. ഇത് കാരണം ഞാനും ഇന്നലെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഇനി കുറച്ച് ദിവസത്തേക്ക് സാധനങ്ങൾ വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് മുന്നും പിന്നും നോക്കാതെ ചറപറാന്ന് എടുത്തിട്ട് സാധനങ്ങൾ കേട്ടോ ഇതൊക്കെ. ആളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ അപ്പയും ഈ സ്വഭാവക്കാരനാണ് കേട്ടോ. ഫ്രിഡ്ജിലെ ബോക്സ് തികയാത്തത് കാരണം കുറച്ചൊക്കെ കവറുകളിലാക്കിയിട്ടും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം ഇതേ ഒരുവിധം ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സുലഭമായ പച്ചക്കറികൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് സാമ്പാറായിരുന്നേ. അതിനിടയ്ക്ക് പാൽ വന്നിട്ടുണ്ടായിരുന്നു. സോ പാലും വാങ്ങി ഞാൻ നേരത്തെ തന്നെ ചായ വെക്കാൻ ഓടി. അപ്പനും എൻ്റെ ബ്രദറിനും കുറച്ച് നേരത്തെ തന്നെ പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് രണ്ടുപേർക്കും വേഗം ചായ ഇട്ട് കൊടുത്തു. ഏട്ടന് പിന്നെ തണുത്ത് വിറങ്ങലിച്ച ചായ ആണ് കേട്ടോ ഇഷ്ടം. ഇതൊരു ഇഷ്ടമല്ല, ആൾക്ക് പെട്ടെന്ന് നാക്ക് പൊള്ളുന്നൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ആറിക്കഴിഞ്ഞതിന് ശേഷമാണ് കുടിക്കുന്നത് മാത്രം. ദെൻ അതും കഴിഞ്ഞ് ഞാൻ സാമ്പാറിനുള്ള തേങ്ങയാട്ടോ ചെറിയിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങാവെള്ളം വെറുതെ വിടുന്ന ശീലം എനിക്കില്ല കേട്ടോ. സോ ഓൺ ദി സ്പോട്ട് തന്നെ ഞാൻ അതൊക്കെ തക്കാറുണ്ട്. സോ സാമ്പാറിനുള്ള പ്രിപ്പറേഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇതിനിടയ്ക്ക് എനിക്ക് മുട്ട പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്യാസ് നിന്നുപോയി. എൻ്റെ അടുത്താണെങ്കിൽ അപ്പൻ്റെ അടുത്ത് ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള കാര്യം പറയാനും മറന്നുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റും സെക്കൻഡും സിലിണ്ടർ കാലിയായ ഒരു അവസരത്തിൽ ഞാൻ നേരെ താഴെ പോയി നമ്മുടെ ചേച്ചിയുടെ അടുത്തൊരു സിലിണ്ടർ വാങ്ങി കൊണ്ടുവന്നിട്ടാണ് അടുത്ത ഈ പണി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയും സാമ്പാറായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് സാമ്പാർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.